രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ലോകം കാത്തിരിക്കുന്നത് ആരൊക്കെയായിരിക്കും ട്രംപ് ഭരണകൂടത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്നതായിരുന്നു. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്നതിനോടൊപ്പം ലോകത്തിലെ സുപ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം ക്രിയാത്മകമായ ഒരു നിലപാടും ലോകം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന സ്ഥാനങ്ങളിൽ എത്തുന്നവരെല്ലാം ആരാണെന്നറിയാനുള്ള കൗതുകത്തിലായിരുന്നു ലോകരാജ്യങ്ങൾ. ആ കൗതുകത്തിനും പ്രതീക്ഷയ്ക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് തന്റെ ഭരണകൂടത്തിലെ പ്രധാന സ്ഥാനക്കാരെയെല്ലാം ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫോക്സ് ന്യൂസ് മുൻ അവതാരകൻ പീറ്റ് ഹെഗ്സത്തിനെയാണ് ട്രംപ് പ്രതിരോധ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് പീറ്റ് ഹെഗ്സത്ത്. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രംപിന്റെ തീവ്ര നിലപാടുകളുടെ ശക്തനായ വക്താവായിരുന്നു പീറ്റ്. കിം ജോങ് ഉനുമായുള്ള കൂടിക്കാഴ്ച, സൈന്യത്തെ പിൻവലിക്കൽ, സൈനികർക്കെതിരായ യുദ്ധക്കുറ്റങ്ങളുടെ അന്വേഷണം എന്നിവയിലെല്ലാം ട്രംപിന്റെ നിലപാടുകൾക്ക് പരസ്യ പിന്തുണയാണ് പീറ്റ് ഹെഗ്സത്ത് നൽകിയിരുന്നത്. ക്യൂബയിലെ ഗ്വാണ്ടനാമയിലും ബേയിലുമെല്ലാം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ നിലപാടുകൾക്ക് കണ്ണും പൂട്ടി പിന്തുണ നൽകുന്നത് കൊണ്ട് തന്നെയാണ് പീറ്റ് ഹെഗ്സത്തിനെ ട്രംപ് പ്രതിരോധ സെക്രട്ടറിയായി കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തി നിയമിച്ചത്. സൈന്യത്തിലെ പീറ്റ് ഹെഗ്സത്തിന്റെ പരിചയം അമേരിക്കൻ സൈന്യത്തിന് ഗുണകരമാകുമെന്നാണ് ട്രംപിന്റെ പക്ഷം. ട്രംപിനെ പോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് നിലപാടുകാരനാണ് മിനസോട്ടക്കാരനായ പീറ്റ് ഹെഗ്സത്തും. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്നും ബിരുദവും ഹാർവാർഡ് കെനഡി സ്കൂളിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയ ആളാണ് പീറ്റ്. കടുത്ത നയങ്ങളെടുക്കുന്ന മിടുക്കനായ വ്യക്തിയും അമേരിക്ക ഫസ്റ്റ് നിലപാടിന്റെ ശരിയായ വിശ്വാസിയുമാണ് പീറ്റ് എന്നാണ് ട്രംപിന്റെ പക്ഷം. അദ്ദേഹം പ്രതിരോധ സേനയുടെ തലപ്പത്തുള്ളപ്പോൾ ശത്രുക്കൾ ഭയക്കും, സൈന്യം വീണ്ടും മഹത്തരമാകും, അമേരിക്ക ആരുടെ മുന്നിലും തലകുനിക്കില്ല. പീറ്റിന്റെ നിയമനം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിന്റെ വാക്കുകളാണിത്. അതോടൊപ്പം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA മേധാവിയെയും ട്രംപ് പ്രഖ്യാപിച്ചു. ജോൺ റാഡ്ക്ലിഫാണ് CIA മേധാവിയായി എത്തുന്നത്. ഇന്ത്യൻ വംശജനായ ക്രിഷ് പട്ടേൽ ഈ സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ടെക്സസിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായ റാഡ്ക്ലിഫ് ഒന്നാം ട്രംപ് സർക്കാരിൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായിരുന്നു. ട്രംപിന്റെ വിശ്വസ്തനായ സെനറ്റ് അംഗം മാർക്കോ റൂബിയോ ആണ് പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി. ഇന്ത്യയും ഇന്ത്യൻ വംശജരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കോക്കസിന്റെ സഹ അധ്യക്ഷനായി ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് മൈക്ക് വാൾട്സ്. മൈക്ക് വാൾട്സ് ആണ് രണ്ടാം ട്രംപ് ഭരണകൂടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യൻ അനുഭാവമുള്ള ആളുകളാണ് റൂബിയോയും മൈക്ക് വാൾട്സും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും നിയമനം ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. US ജനപ്രതിനിധി സഭ മുൻ അംഗവും ട്രംപിന്റെ വിശ്വസ്തയുമായ തുളസി ഗബാർഡിനെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വംശജയായ തുളസി മുൻപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായിരുന്നു. അർക്കൻസാസ് മുൻ ഗവർണർ മൈക്ക് ഹക്കാബിയാണ് ഇസ്രയേലിന്റെ പുതിയ അംബാസിഡർ. സ്റ്റീഫൻ വിറ്റ്കോഫിനെ മധ്യപൂർവേഷ്യയ്ക്കുള്ള പ്രത്യേക പ്രതിനിധിയായും ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അംഗം ലീ സെൽഡനെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ മേധാവിയാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ മില്ലറാണ് പോളിസി വിഭാഗം ഡെപ്യൂട്ടി മേധാവിയായി എത്തുന്നത്. 15 വകുപ്പുകളുടെ മേധാവികളെ അടക്കം 4000-ഓളം പുതിയ നിയമനങ്ങളാണ് ട്രംപ് സർക്കാരിന് നടത്തേണ്ടതായുള്ളത്.